ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ഗായത്രി അരുൺ. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, കുക്കിംഗ് പരീക്ഷണം എന്ന് പറയാം. ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. കേക്കിലിപ്പോൾ പരീക്ഷിക്കാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേക്ക് ഞാൻ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എയർ ഫ്രയറിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. എൻ്റെ ധാരണ അതിൽ ഫ്രൈ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നായിരുന്നു എൻ്റെ ധാരണ. ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിഞ്ഞത് അതിൽ കേക്ക് ഉണ്ടാക്കാനും പറ്റും. എന്നാൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെൻ്റെ പരീക്ഷണ വീഡിയോ കൂടെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരീക്ഷണം ആരംഭിക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വാനില സ്പഞ്ച് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മൈദ വേണം. മൈദ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഷുഗർ, 1/4 കപ്പ് പാല്, ബട്ടർ മെൽറ്റ് ചെയ്തതാണ് 7 സ്പൂണോളം ഉണ്ടാവും. ഒരു ഫുൾ ബട്ടറിൻ്റെ ഒരു ക്യൂബ് മെൽറ്റ് ചെയ്തതാണ്, 2 മുട്ട, വാനില എസൻസ് ആൻഡ് ബേക്കിംഗ് പൗഡർ. ഇത്രയാണ് വേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ മെയിൻ ഹീറോ എന്ന് പറയുന്നത് എയർ ഫ്രയറാണ്. അപ്പോൾ എയർ ഫ്രയറും വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പം ആദ്യം വേണ്ടത് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇതെനിക്ക് മഴവിൽ മനോരമയുടെ അത്തമ്പത്ത് രുചി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും ആ പ്രോഗ്രാം. ഞാനതിൽ ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ സാധനമാണ്. ഇപ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്കിനി ഒരു 1/2 കപ്പ് ഷുഗർ ചേർക്കാം. 1/2 കപ്പാണ് വേണ്ടത് ഷുഗർ. ഇത് നമുക്ക് 2 ബാച്ചായിട്ട് ഇടാമേ, ഒരുമിച്ചല്ല. ആദ്യം കുറച്ചിട്ടിട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. നമ്മുടെ 2 എഗ്ഗും ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇത്. ഇപ്പോഴത്തെ ഫോം ഇങ്ങനെയാണ്. നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റഡ് ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യാം. ഇത് കുറച്ച് ആഡ് ചെയ്ത് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊരു എന്താ പറയുക, ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമ്മളിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? 2 മുട്ടയും പഞ്ചസാരയും. ഇനി നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മതി ബേക്കിംഗ് പൗഡർ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ. അപ്പം മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പകുതി ഇട്ടാൽ മതിയേ, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്, തിരിച്ചൊഴിക്കരുത്. അതായത് ഈ പൊടിയിലേക്ക് ഈ എഗ്ഗ് ഒഴിക്കുകയല്ല ചെയ്യുന്നത്, അതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പകുതി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ബാക്കി കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി വന്നു. ഇതിലേക്ക് നമുക്കിനി പാലൊഴിക്കാം. ഞാനൊരു 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ കേട്ടോ, അധികം വേണ്ട. നമുക്ക് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വാനില എസൻസ് ചേർക്കാം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ 2 എഗ്ഗ്, ഷുഗർ, മൈദ, പിന്നെന്തായിരുന്നു, ബേക്കിംഗ് പൗഡർ, സോൾട്ട്, ഇത്രയിട്ട് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റ് ബട്ടർ മെൽറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യണം. വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾക്ക് കേക്ക് ട്രേയിലേക്ക് ബട്ടർ പുരട്ടി സൈഡിലൊക്കെ പുരട്ടണം.
അതിനുശേഷം ബട്ടർ പേപ്പർ അതിൻ്റെ സൈസിലും കട്ട് ചെയ്തിട്ട് സൈഡിലും വെച്ച് കൊടുക്കാം. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, ഈ അലുമിനിയത്തിൻ്റെ ഇത് എയർ ഫ്രയറിൽ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൊട്ടിത്തെറിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. സുമിനെ ഓർഡർ റെഡി ആയിക്കോ. ട്രേ ഫുൾ ബട്ടറൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനി എയർ ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെയാവും നമുക്ക് നോക്കാം. വരൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാന്ന് പറയുന്നല്ലേ, കേക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ എയർ ഫ്രൈ ചെയ്യാൻ വെച്ച് കഴിഞ്ഞു കേക്ക്. ഇത് 160 ഡിഗ്രിയിൽ 30 മിനിറ്റ്സേ ഉള്ളൂ എൻ്റെ എയർ ഫ്രൈയറിൽ മാക്സിമം. അത്രയും വെച്ച് നോക്കാം. അത് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ, ഒരു 15 മിനിറ്റ്സും കൂടെ ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ 30 മിനിറ്റ്സ് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു 15 മിനിറ്റ്സും കൂടെ ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ടോട്ടൽ 45 മിനിറ്റ്സ് എടുത്തു ഇത് റെഡി ആയോ എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. യെസ്, സക്സസ്. ഇത് കട്ട് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ സക്സസ് ആണോ എന്നുള്ളത്. പക്ഷെ അതിന് മുമ്പ് നമുക്കിതൊന്ന് എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കിങ്ങനെ, ഇപ്പം ടൂത്ത് പിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നൈഫ് യൂസ് ചെയ്തു. ഇതിങ്ങനെ കുത്തിയെടുക്കുമ്പം ഒന്നും പറ്റിയില്ല. ഇത് നീറ്റാണെങ്കിൽ ഇറ്റ്സ് ഡൺ എന്നുള്ളതാണ്, കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നുള്ളതാണ് കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാതെ. ഇനി നമുക്കത് കട്ട് ചെയ്തൊന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയ വാനില സ്പഞ്ച് കേക്ക് കാണാനൊക്കെ നല്ല രസമായിട്ടുണ്ട്. വെന്തിട്ടുമുണ്ട്. ഞാനിങ്ങനെ കുത്തി നോക്കിയപ്പോൾ കറക്റ്റ് വേവാണ്. ഇനി ടേസ്റ്റ് നമുക്ക് നോക്കാം. കട്ട് ചെയ്യാം. സത്യമായിട്ടും നല്ലതാണ്. നല്ല സോഫ്റ്റ്. നോക്ക്, ഇതാണ് സ്പഞ്ച് കേക്ക്, സ്പോഞ്ച് പോലത്തെ കേക്ക്. നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ, മൈക്രോവേവ് ഓവൻ ഇല്ലെങ്കിലും സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാം എയർ ഫ്രയറിൽ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. സോ താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ. കല്ലു ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.